കണ്ടിരുന്നു. മറ്റേതല്ല അടിമേണ്ടതും പലതും. കുറച്ചപ്പുറത്ത് നിക്കാഹുൽ മുത്തഅത്ത്, കുറച്ചപ്പുറത്തതാ ടൈറ്റിൽ. നിക്കാഹുൽ മുത്തഅത്ത് താൽക്കാലിക വിവാഹം. മുത്തഅത്തു തലാഖ് ഉണ്ട്, തലാഖ് ചെല്ലപ്പെട്ട പെണ്ണിന് സമ്മാനം കൊടുക്കലുണ്ട്. ആ മുത്തഅത്തല്ല ഇത്, തൽക്കാലം സുഖമെടുക്കാനുള്ള വിവാഹം. കാരണം 208 ബയാന് മുത്തഅത്തി തലാഖ് ഉണ്ട്. തലാഖ് ചെല്ലപ്പെട്ട പെണ്ണിന് മുത്തഅത്ത് കൊടുക്കുന്ന ഒരു പതിവുണ്ടല്ല, അത് വേറെ വിധിയാണ്. അത് മുത്തഅത്തു തലാഖാണ്. ഇത് നിക്കാഹുൽ മുത്തഅത്ത്. സ്ഥിരമായി മംഗലം കഴിക്കാതെ സൈക്കിളെല്ലാം വാടകയ്ക്ക് എടുക്കുന്നത് പോലെ മണിക്കൂർ വെച്ചിട്ട് എന്താക്കുക, താൽക്കാലിക വിവാഹം ഇസ്ലാമികമാണോ? നിക്കാഹുൽ മുത്തഅത്ത് കാന ജായിസ, അനുവദനീയമായിരുന്നു ഫി അവലിൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഗതികെട്ടവർക്ക്. പിന്നെ അത് ഹറാമാക്കി ഖൈബർ യുദ്ധകാല സമയത്ത്, ഖൈബറിന്റെ കൊല്ലത്തിൽ പറ്റൂല. പിന്നെ ഇളവ് കൊടുത്ത് ആമുൽ ഫത്ഹിൽ, പിന്നെ ഹറാമാക്കി എന്നേക്കും ഹജ്ജത്തുൽ വദായിൽ വെച്ച്. ശരിക്കും പഠിക്കേണ്ടതാണ്. നിക്കാഹുൽ മുത്തഅത്ത് എന്ന് പറഞ്ഞാൽ തൽക്കാലം 1 മണിക്കൂർ, 1 മണിക്കൂർ, അരമണിക്കൂർ സുഖമെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ പോയ പ്രദേശത്ത് കെട്ടുക. വെറും തൽക്കാല സുഖം, സന്താനം ഉൽപ്പാദിപ്പിക്കലോ കുടുംബജീവിതമോ ചെലവ് കൊടുക്കലോ ഒന്നും മുറാദില്ല. ഒരു പരിചയപ്പെടലും ഒന്ന് സുഖം എടുക്കലും. അതുള്ളവരെ മുമ്പ് യുദ്ധത്തിന് വരാൻ തയ്യാറാകുന്നുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ വരൂല എന്നാണ്. അങ്ങനെ ഇളവ് കൊടുത്തതാണ്. ആദ്യം അവലിൽ ഇസ്ലാമിൽ ജായിസായിരുന്നു മുസ്തറീങ്ങൾക്ക് മാത്രം, ഗതികെട്ടവർക്ക്. പിന്നെന്താക്കി, ഖൈബർ കൊല്ലത്തിൽ നിരോധിച്ച്. പിന്നെ ആൾക്കാർ യുദ്ധത്തിന് വരാൻ മടിച്ചു. അങ്ങനെ ഇളവ് കൊടുത്ത് ആമുൽ ഫത്ഹിൽ. പിന്നെ എന്നേക്കും ഇത് തേച്ച് മായ്ച്ച് കളഞ്ഞു ഹജ്ജത്തുൽ വദായിൽ. കലിയൂബി 3:218 ഇതിൻ്റെ വിശദാംശം 10/347. കലിയൂബി 3:218, മഹല്ലി 3:218, തുഹഫ 7:224, നിഹായ 6:214, മുഗ്നി 3:142. അജ്മഉ അന്ന മൻ ഇസ്തറത്തൽ മുത്ലാൻ അത്തസ്രീഹു ബിശർത്തി. ഒരു നിയത്ത് വെച്ചാലല്ല പറഞ്ഞത്, തൽക്കാലത്തേക്ക് ഞാൻ ഈ പെണ്ണിനെ കൊണ്ടു നടക്കുള്ളൂ എന്ന് നിയത്ത് വെച്ച കഥയല്ല ഈ പറയുന്നത്. പിന്നെ നിനക്ക് ഞാൻ കെട്ടിച്ചു തന്നിരിക്കുന്നു എന്ത്, പെണ്ണിനെ ഇത്ര സമയത്തേക്ക് മാത്രം എന്ന് ചേർത്ത് വെച്ചൊരു കെട്ടിക്കലല്ലേ പറഞ്ഞു. ഫലോനവ ഇന്ദൽ അഖ്ദി അയ്യുഫാരിഖ ബഅദ മുദ്ദത്തി. ഉടനെ ഞാൻ ഈ പെണ്ണിനെ പിരിയുന്നതാണ് എന്ന് കരുതി ഉറപ്പിച്ചു, അല്ലെങ്കിൽ നിക്കാഹിന്റെ ശേഷം പറഞ്ഞു, എന്നാൽ ബുദ്ധിമുട്ടുണ്ടാ? പിന്നെ എപ്പാ ബുദ്ധിമുട്ട്? കാഫത്ത് തഹരീമുൽ ഹുറിൽ ഇൻസിയ്യ, നവവി ഇമാം പറഞ്ഞിട്ടുണ്ട്. നാടൻ കഴുത ഹറാമാണ്. നാടൻ കഴുത, കാട്ടുകഴുതയെ ഭക്ഷിക്കാം. മദ്ഹബുനാ മദ്ഹബുൽ ഉലമായി കാഫ തഹരീമുൽ ഹുറിൽ ഇൻസിയ്യ. നാടൻ കഴുത ടാക്സിയാണ്. അപ്പോൾ ഇതിന് കൊള്ളൂല, ഭക്ഷണത്തിന് കൊള്ളൂല. ടാക്സി ആക്കിയിട്ട് യാത്ര ചെയ്യാൻ ഉപയോഗിക്കാൻ വേണ്ടി. വഹ്ശിയായ കഴുതയോ തിന്നാം. ലാ ഖിലാഫ ബൈന ഉലമാഇൽ മുസ്ലിമീന അൽയൗമ ഫീ തഹരീമിഹാ. നാടൻ കഴുതയെ ഉപയോഗിക്കാൻ പാടില്ല എന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഭൂമിയിലില്ല എന്ന് അല്ലാമ ഇബ്നു അബ്ദുൽ ബർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം മഹല്ലി 4:257, 258 തിന്നാൻ പറ്റോ ഇല്ലേ എന്ന്. അതും ഇതിലുണ്ട്. ഉമറുൽ ഇൻസിയ്യ തുഹഫ 9:379, 350, നിഹായ 8:143, 144, മുഗ്നി 4:299. ഇതെന്താ ഇവിടെ രണ്ടെണ്ണം ഒരുമിച്ച് കൂട്ടിയത്? നാടൻ കഴുതയുടെ വിധിയും തൽക്കാലം കെട്ടുന്നതിൻ്റെ വിധിയും. അതെന്താ അങ്ങനെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് രണ്ടും ജായിസാണ് എന്ന് വാദിച്ചു. അപ്പോൾ ഓരോ ഒന്നായിട്ട് ഗണ്ണിക്കലാ മുറാദ്. ഇതെങ്ങനെ ഈ രണ്ട് വ്യത്യസ്ത മസലത്ത് ഫുട്ടുന്നു? നാടൻ കഴുത അതുപോലെ തൽക്കാലം കെട്ടലി, അതങ്ങനെയാണ്.
ഇത് രണ്ടും ജായിസാണ് എന്ന് ആര് വാദിക്കുന്നു? അപ്പൊ രണ്ട് വാദങ്ങളും തകർക്കലാ മുറാദ്. പറ്റൂല. മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ റിവായത്ത് അൻ ഇബ്നു ശിഹാബി അൻ അബ്ദുല്ലാഹി വൽ ഹസൻ, അബ്ദുല്ലാഹ് എന്നവരെ തൊട്ടും ഹസൻ എന്നവരെ തൊട്ടും. ആരാണ് അബ്ദുള്ളയും ഹസനും? ഇബ്നൈ മുഹമ്മദ് ബിൻ അലിയൻ അൻ അബീഹിമാ, ഇവർ രണ്ടാളും ഉദ്ധരിക്കുന്നത് ആരെ തൊട്ട്? ഉപ്പാനെ തൊട്ട്. ആരാ ഉപ്പ? അബ്ദുള്ള എന്നവരും ഹസൻ എന്നവരും ഇബ്നൈ മുഹമ്മദ് ബിൻ അലിയൻ അതെ അൻ അലി ബിൻ അബി ത്വാലിബ്. ആരെ തൊട്ട്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഹാ അൻ മുത്അത്തി നിസായി. ഈ രാജ്യത്ത് ഒരു സമ്പ്രദായം നടക്കുന്നുണ്ട്. തൽക്കാലം ഒരാൾ ലോഡ്ജെടുത്തു, ഒരു പെണ്ണിനെ മുത്തേണ്ടെന്ന് ആവശ്യം വന്നാൽ 1 മണിക്കൂർ സമയത്തേക്ക് വിവാഹം ചെയ്യുക. ഇത് ജായിസായിരുന്നല്ലോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചു അമുത്തയത്തി നിസായി, താൽക്കാലികമായി ആരെ കെട്ടുക. അതെപ്പോഴാണ് തടഞ്ഞത്? ഖൈബർ ദിവസം. പറ്റൂല, പറ്റൂല. ഇൻസിയ അനസിയ രണ്ടും പറയാം. എന്ത് തിന്നലിനെ തൊട്ടും മാംസം. ഇൻസിയായ കഴുതകളുടെ മാംസം. ഇൻസിയ എന്ന് പറഞ്ഞാൽ വികസരി അഫലിഹി വസുക്കൂനി സാനിഹി ഇൻസിയ, അല്ലെങ്കിൽ അനസിയ, രണ്ടും ശരി തന്നെ. ജനങ്ങളുമായി ഇടപഴകിയിട്ട് കലർന്നുകൊണ്ടിരിക്കുന്ന കഴുതയുടെ മാംസം. പിന്നെ ഏത് പറ്റും? കാട്ടുകഴുതയുടെ മാംസം ജായിസാണ് എന്നാണ്. രണ്ടും ഹറാമാണ്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വാദങ്ങളെ ഗണ്ണിക്കാൻ വേണ്ടിയാണ് 2 മസല മുമ്പ് പറഞ്ഞത്. അല്ല, ശരിയായില്ലേ? അതിന് ഒരു വിശാലമായ സംഭവമുണ്ട്. അതിന് 2 വരി പറഞ്ഞിട്ട് നിർത്തും. മാലിക്കുൻ അൻ ശിഹാബിൻ അൻ ഇബ്നു ശിഹാബിൻ, മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ റിവായത്ത് ചെയ്യുന്നു ഇബ്നു ശിഹാബ് എന്നവരെ തൊട്ട് അൻ ഉർവത്ത് ബിൻ സുബൈർ അന്ന ഖൗല ബീവി ബിന്ത ഹക്കീം, ഹക്കീമിന്റെ മകളായ ഖൗല ബീവി ദഖലത്ത് അലാ ഇബ്നുൽ ഖത്താബ്, ആരുടെ നേരെ പാഞ്ഞു കയറി. ഒരു അനിഷ്ട സംഭവം കണ്ടിട്ട്, പഠിച്ചവരെ എന്താണ് ഇവിടെ നടക്കുന്നത്? അലി ഇബ്നു അബി ത്വാലിബിന്റെ അടുത്തേക്ക് ഓടി. അല്ല, ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ നേരെ ഓടി. ആര്? ഖൗല. ഒരു നിഷിദ്ധം റിപ്പോർട്ടാക്കാൻ. ഫഖാലത്ത്, ഖൗല പറയുന്നു, ഇന്ന റബിയ ഇബ്നു ഉമയ്യ, ഉമയ്യത്തിന്റെ മകനായ റബിയത്ത് തൽക്കാലം വിവാഹം ചെയ്തിട്ടൊരു പെണ്ണിനെ പിടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഗർഭവും ധരിച്ചിട്ടുണ്ട്. അതൊന്ന് സ്റ്റേ ആക്കിയാട്ടെ, തൽക്കാലത്തേക്കാണ് അയാൾ കെട്ടിയത്. ഇസ്തംതഅ ബിംറഅത്തിൻ, തൽക്കാലം കെട്ടിയിട്ടുണ്ട്. മുവല്ലദാൻ, അറബികൾക്കിടയിൽ ജനിക്കപ്പെട്ട ഒരു പെണ്ണിന്. അറബിയല്ല കേട്ടാൽ, മുലിദത്ത് വൈലല്ല അറബിയാണ്. അങ്ങനെയാണ് വളർന്നത്. അവരുടെ ശീലമാക്കിയത് അശുദ്ധമായ അറബിയല്ല. അങ്ങനെ ഗർഭവുമായിട്ടുണ്ട് പോലും. ഉടനെ ഫഖറജ ഉമർ ഇബ്നുൽ ഖത്താബ് ആരടുത്തേക്ക് പാഞ്ഞു? ഫസിയൻ, വെപ്രാളത്തോടെ. തട്ടം നീർക്കിടാൻ സമയം കിട്ടിയിട്ടില്ല. ഇടയ്ക്കിടെ പുറത്തെന്ന് പറഞ്ഞിട്ട് ഫഖാല ഹാദിഹിൽ മുത്അ, നീ കഴിച്ച നിക്കാഹ് എന്താ? നീ ശാശ്വതമായ നിക്കാഹ് കഴിച്ചതാ? ടെമ്പററി നിക്കാഹല്ലേ? ഇടയ്ക്ക് പുറത്തെന്ന് പറഞ്ഞിട്ട് വലോ കുന്തു തഖദ്ദംതു ഫീഹാ, ഞാൻ പണ്ടേ ഈ മസല നിനക്ക് പഠിപ്പിച്ചു തന്നെങ്കിൽ റജംതു, ഇന്ന് നിന്നെ അറിയാമായിരുന്നു. ഇനി അറിയാൻ പറ്റൂല, നീ പഠിക്കുന്നത്ര. അങ്ങനെ പെണ്ണിനെ വേർപെടുത്തി. ഇവിടെ എന്തില്ല? അറിയാൻ പറ്റൂല. അതേ സമയത്ത് വലോ തുഖദ്ദിംത,
ഫിഹാ ലാ റുജിബ്ത. പല റിവായത്തുണ്ടല്ല, പണ്ടല്ലേ ഞാൻ പറഞ്ഞേ. ഈ മസാല നീ ആദ്യമേ അറിയുമെങ്കിൽ ഇന്ന് നിന്നെ എന്താക്കുമായിരുന്നു. ആ ഇസ്തംതാ ബിംറഅത്തി എന്ന് പറഞ്ഞാൽ ഇയാളുടെ സംഭവം വളരെയധികം പറയാനും കേൾക്കാനും ഉണ്ട്. എങ്ങനെ കെട്ടിയ രൂപ എങ്ങനെ, ആ സംഭവത്തെ പറ്റി ഇതിൽ വരുന്നുണ്ട് കേട്ടാ. അത് പറയും.